സേലം ബസ് സ്റ്റാൻഡിലാണ്. ഏർക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടുള്ള ബസ് തെരഞ്ഞു നടക്കുക. രണ്ട് ദിവസം മുഴുവൻ തമിഴ്നാട്ടിലൂടെ കറങ്ങിയപ്പോൾ കയറിയ ബസ് സ്റ്റാൻഡുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാട്ടെ ഈ സേലം ബസ് സ്റ്റാൻഡ്. നല്ല വലിയ ബസ് സ്റ്റാൻഡ്, 2-3 ഭാഗമായിട്ട് തിരിച്ച സ്റ്റാൻഡ്. നമ്മുടെ ബസ് കണ്ടു കിട്ടി, അതിൽ കയറിയിരുന്ന് ഇതാ ബസ് യാത്ര തുടങ്ങിയിട്ടോ. നല്ല ട്രാഫിക്കാണ് കേട്ടോ, പല സ്ഥലത്തും നല്ല ട്രാഫിക്കാണ്. ഇന്നലെ രാത്രി ഈ സേലത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, അടിപൊളി മഴ. ഇവിടെയൊക്കെ ഈ കെട്ടിടമൊക്കെ ഒന്നായിട്ട് വെള്ളത്തിലായിപ്പോൾ. ഈ കെട്ടിടമാണ് നമ്മുടെ ശ്രീ സാരദ കോളേജാണ്, ഒരു വുമൻസ് കോളേജാണ്. ഇത് 1961 സ്ഥാപിതമായത്. പെരിയാർ സർവകലാശാലയുമായി ഈ കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. കലാ, വാണിജ്യം, ശാസ്ത്രം എന്നിവയിൽ വ്യത്യസ്ത കോഴ്സുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. നമ്മളെ പാസ് ചെയ്യാൻ ബസ് സമ്മതിച്ചില്ല. ഇതൊരു ബൈപ്പാസ് റോഡാണ്, നല്ല അടിപൊളി റോഡാണ്, സൂപ്പർ. ഇതേപോലെ പല ബൈപ്പാസുകളും ഹൈവേകളൊക്കെ ഇതേപോലെ നല്ല അടിപൊളി റോഡാട്ടോ തമിഴ്നാട്ടിൽ. ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ കുറേ മോശം റോഡുകൾ ഉണ്ടെങ്കിലും നഗരങ്ങളിലേക്കൊക്കെ നല്ല അടിപൊളി റോഡ് തന്നെ. നമ്മുടെ ലക്ഷ്യസ്ഥാനായ ഈ ഏർക്കാട്ടിലേക്ക് സേലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ ദൂരമുള്ളത്. അതൊരു 5 കിലോമീറ്റർ ഇങ്ങനെ നഗരത്തിലൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചുരം റോഡാണ്. അത് കണ്ടില്ല, നല്ല അടിപൊളി ചുരം, നല്ല വ്യൂസുകളുള്ള സൂപ്പർ കാഴ്ചകളുള്ള ഒരു ചുരം. നമ്മുടെ ഈ താമരശ്ശേരി ചുരത്തിനൊക്കെ വെല്ലുന്നൊരു ചുരം. നേരെ റോഡ് തീരെ ഇല്ല എന്ന് പറയാം, ഫുള്ള് വളഞ്ഞ് പൊളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നൊരു ചുരം റോഡ്. 20ലധികം ഹെയർപിൻ വളവുകളുണ്ട് കേട്ടോ ഈ ചുരം റോഡിന്. കുറേ വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ ഈ ചുരം റോട്ടിൽ.
അപ്പം നമ്മൾ സേലത്തെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഏർക്കാട്ടിൽ ബസ് ഇറങ്ങി. തടാക എന്ന അർത്ഥം വരുന്ന ഏരി എന്ന തമിഴ് വാക്കിനോട് കാട് എന്ന പദം ചേർന്നാണ് ഈ സ്ഥലത്തിന് ഏർക്കാട് എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. മലയാളരുടെ സ്വന്തം നാട്, ഗോത്ര വിഭാഗമാണ്. ഈ മലയാളർ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗമാണ്. ഇവിടെയൊക്കെ ഈ സവരായ മലനിരകളിലാണ് ഈ ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ളൊരു ഗോത്രവർഗമാണ് ഞാൻ ഈ പറഞ്ഞ മലയാളർ. ആദ്യം ഒരു പാർക്കിലേക്കാണ് നമ്മൾ കയറിയത്, അന്ന പാർക്ക്. 3 പാർക്കുണ്ട് ഇവിടെ. ഈ ഒരു അന്ന പാർക്ക്, പിന്നെ ലേക്കിൻ്റെ ഒരു ഭാഗത്തൊരു പാർക്ക്, പിന്നെ അപ്പുറത്തെ സൈഡിൽ വേറൊരു പാർക്ക്, പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്, ഒരു 3 കിലോമീറ്റർ വെള്ളച്ചാട്ടത്തിലേക്ക്, 3-ലധികം കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ മലയാളരുടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടേക്കൊരു 14-13 കിലോമീറ്റർ ഇട്ടാൻ പോകണം. പിന്നെ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഗാർഡൻ, അതായത് റോസ് ഗാർഡൻ. അപ്പോൾ ഒരു കുടക്കിയിൽ ഇവിടെ വന്നാൽ നമുക്കൊരു 1-2 ദിവസമൊക്കെ പൂർണ്ണമായിട്ട് ചിലവഴിക്കാനുള്ള വിഭവങ്ങളുള്ളൊരു സ്ഥലം, അടിപൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല, പാർക്ക്, വെള്ളച്ചാട്ടോ, പിന്നെ ഈ ലേക്ക്, പിന്നെ ഈ ക്ഷേത്രമൊക്കെ കാണേണ്ട ക്ഷേത്രമാണ്. പക്ഷേ നമുക്കിപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ല, ചില സമയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നീട് ഒരിക്കലും എന്തായാലും വരണം. അവിടെ ഒരു ഗുഹ, ഒരു മണ്ണിനടിയിൽ കൂടെ പോയിട്ട് ഒരു ഗുഹ, അവിടെ ഒരു സമാധിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടേക്ക് പോകാൻ നമുക്ക് കഴിയില്ല, എന്തായാലും പിന്നീട് ഒരിക്കൽ വരണം. ആ മലയാളരുടെ ഗോത്ര വില്ലേജൊക്കെ നമുക്കൊന്ന് കാണണം എന്തായാലും. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിട്ട് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അത്രയും അടിപൊളിയാണ്. കാരണം ലേക്ക്, അടിപൊളി പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലം, ഒന്നും പറയാനില്ല. അതാണ് പിന്നെ ചുരമാണെങ്കിലിട്ട് പറയും വേണ്ട. ചുരം കയറി വരുമ്പോൾ എന്താ കാഴ്ചകൾ, വ്യൂസുകൾ. നമ്മളിപ്പോൾ ബസ്സിലായത് കൊണ്ടാണ് കൂടുതൽ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ആ പോകുമ്പോൾ നമുക്ക് നിർത്തി ചുരത്തിലൊക്കെ നിർത്തി കാണാനുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെ. മഴ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലേക്കിലേക്ക് പോവുകയാണ്. ആ ലേക്കിലെ കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് പാർക്ക് കൂടുതൽ കറങ്ങുന്നില്ല, പാർക്കിൽ ഒരുപാട് നടക്കാനുണ്ട്, പക്ഷേ കൂടുതൽ കറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ലേക്കിലേക്ക് പോവാം. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുമോ നോക്കാം. നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അത്രേ സമയമുള്ളൂ നമുക്കിനി. കാരണം എന്താ വെച്ചാൽ സന്ധ്യക്ക് മുമ്പ് സേലത്തെത്തിയിട്ട് സേലത്തുനിന്ന് ട്രെയിൻ കയറണം കോഴിക്കോട്ടേക്ക്. എന്നാലേ നാളെ രാവിലത്തേക്ക് തന്നെ കോഴിക്കോട് എത്തുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിർബന്ധമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണം. യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് യാത്ര പോകാനും കഴിയുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കൂടുതൽ പറയാനൊന്നും വേണ്ടല്ലോ, നമ്മളിതിൻ്റെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടെ ബെല്ലൈക്കൺ അമർത്തി പിന്നെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഇനി ഞാൻ ഇട്ടുന്ന വീഡിയോകളൊക്കെ വരും. തമിഴ്നാട്ടിലെ മുഴുവൻ ജില്ലയിലും പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം നടക്കുമെന്ന് വിചാരിക്കുക. നടക്കും, എല്ലാം നടക്കും നമ്മൾ വിചാരിച്ചാൽ. പിന്നെ വലിയ ചിലവുള്ള യാത്രകളൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഇപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് എനിക്ക് ആകെ ചിലവായത് 1000 രൂപ, എൻ്റെ അടുത്ത് 1000-1200 രൂപ ചിലവാവുള്ളൂ. അത് തന്നെ ഒരു ദിവസം ഇവിടെ റൂം എടുത്ത് നിന്നുകൊണ്ട്. റൂമൊക്കെ വളരെ കുറഞ്ഞ റൂമാണ് എടുത്തത്, 300 രൂപക്ക്. ആത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മൾ ആറ്റൂർ എന്നൊക്കെ പറയും, ആത്തൂർ എന്ന് തമിഴന്മാർ പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇന്നലെ റൂം എടുത്തിട്ട് താമസിച്ച് അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലിട്ടത്. ഇത് ലേക്കിൻ്റെ ഒരു വശത്തുള്ള പാർക്കാണ്. ഓരോ പാർക്കിലേക്കും ഉള്ള എൻട്രി ഫീ 15 രൂപ.
ഇന്നിവിടെ ആള് കുറവാണ്. കാരണം ഇന്നലെയും മെഞ്ഞാന്നൊക്കെ 2 ദിവസവും നല്ല മഴ ആയിരുന്നല്ലോ. ഇന്നും നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇവിടെ എന്തായാലും നല്ലോണം ആള് വരുന്ന സ്ഥലമാണ്. കാരണം ഫുള്ള് കച്ചവടക്കാരൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് മുകളിൽ റോഡിൽ. പിന്നെ എല്ലാ വാഹനങ്ങളും ഓട്ടോറിക്ഷയൊക്കെ ഇഷ്ടംപോലെ ഓട്ടോ സ്റ്റാൻഡിലുണ്ട്, ടാക്സികൾ എല്ലാം ഉണ്ട്. പിന്നെ റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ താമസിക്കാം. അതിനൊക്കെയുള്ള എല്ലാ റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കച്ചവടക്കാർ ഇഷ്ടംപോലെ കച്ചവടക്കാർ. വെറൈറ്റി സാധനങ്ങളുണ്ട്. കടല പൊയ്ങ്ങിയത്, മറ്റേത് മറിച്ചത്, തമിഴ്നാടിൻ്റെ വെറൈറ്റി കുറേ ഐറ്റംസുകൾ. നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്തൂടെ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ നടക്കട്ടെ. ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ ആ ഭാഗത്ത് പോകണം. അവിടെ ഇപ്പോൾ പോകുന്നില്ല. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള സമയം നമുക്കില്ല. എല്ലാതരം ബോട്ടുകളുണ്ട്. എൻജിൻ ബോട്ടും പെഡൽ ബോട്ടും എല്ലാം. ഇവിടെ നിന്നാണ് ഈ കിളിയൂർ ഫാൾസിലേക്കുള്ള വഴി. ഈ റോഡിനൊരു 3,200 കാണിക്കുന്നത് ബോട്ടിൽ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വണ്ടി എത്തുന്നിടത്തുനിന്ന് പിന്നെ ഒരു 200 സ്റ്റെപ്പുകൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയാലാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ കഴിയുക. ഇതാ കുതിര സവാരി ആഗ്രഹിക്കുന്നവർക്ക് കുതിര സഫാരി ഉണ്ട്. എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടക്കിയിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നേരത്തെ പറഞ്ഞത് 3ാമത്തെ പാർക്കിലേക്കുള്ള വഴിയാട്ടെ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാം. ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ട്രക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ കണ്ടില്ല, റൈഡ്, ട്രക്കിംഗ് എല്ലാം ഉണ്ട്. ഈ വഴി മുന്നോട്ട് പോയാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർവരയാൻ ടെമ്പിളിലേക്ക് എത്തുക. ആ ഗോത്ര വിഭാഗത്തിൻ്റെ ക്ഷേത്രമല്ലേ അവിടേക്ക്. ആ വഴിയിൽ തന്നെയാണ് നമ്മുടെ പിന്നെ റോസ് ഗാർഡനും ആ വഴിയിൽ തന്നെയാണ്. അത് 14 കിലോമീറ്റർ ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് മടങ്ങാം കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹായ്.